ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ്. പ്രശ്നപരിഹാരത്തിന് ഹൈക്കമാൻഡ് ഉടൻ ഇടപെട്ടേക്കും. ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് നീക്കം. മാർച്ച് 2ാം വാരത്തോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. റോഷിപാൽ വിശദാംശങ്ങളുമായി. റോഷിപാൽ, ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഉണ്ടാകുമോ? നികേഷ്, മൂന്നാം സീറ്റ് ആവശ്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലവട്ടം KPC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ലീഗ് നേതാക്കളുമായി ആശയവിനിമയം നടത്തിയെങ്കിലും ഇപ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഒരു നീക്കം നടക്കുന്നത്. ഏതായാലും KC വേണുഗോപാൽ അടക്കമുള്ള ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒരുപക്ഷെ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കളുമായി ആശയവിനിമയം നടത്താനുള്ള സാധ്യത തെളിയുന്നുണ്ട്. കാരണം ഇന്നലെ അടക്കം പ്രതിപക്ഷ നേതാവും UDF ചെയർമാൻ കൂടിയായ VD സതീശൻ PK കുഞ്ഞാലിക്കുട്ടിയുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ഇന്നലെ ചേർന്ന മുസ്ലിം ലീഗിന്റെ നേതൃയോഗവും മൂന്നാം സീറ്റ് ആവശ്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന തീരുമാനവും എടുത്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാകുന്നില്ല. അത് ആണെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ ബാധിക്കുന്നുമുണ്ട്. അതുകൊണ്ട് മറ്റെന്തെങ്കിലും ഫോർമുല വഴി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ആലോചനയാണ് നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ലീഗിന് നൽകുന്നതിനെ കുറിച്ചുള്ള ചില ആലോചനകളാണ്. ഏതായാലും ഇക്കാര്യത്തിൽ വലിയ കാലതാമസമില്ലാതെ തന്നെ തീരുമാനമെടുക്കും. ചർച്ചകൾ പൂർത്തിയാക്കുമെന്നതിനെയാണ് UDF പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഈ ഒരു സീറ്റ് വിഭജനം സംബന്ധിച്ച ആശയക്കുഴപ്പം നിലനിൽക്കുന്നതുകൊണ്ട് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഷിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. പാർട്ടി